റൈറ്റ്. ഇപ്പോൾ ബൈജു കൂടി തുടരുന്നുണ്ട്. ബൈജു, നമ്മൾ നിരന്തരമായി നൽകിയൊരു വാർത്തയ്ക്കാണ് ഇപ്പോൾ ഫലമുണ്ടാകുന്നത്. ആ വാർത്ത ഫലം കാണുകയാണ്. മറ്റു മാധ്യമങ്ങളടക്കം അകന്നു നിന്നപ്പോൾ അവിടെ ജീവൻ പണയം വെച്ച് പോലും എത്തി, ധർമ്മസ്ഥലയിലെത്തി. അവിടേക്ക് സാധാരണ നിലയിൽ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളൊന്നും എത്തുന്ന ഇടമല്ല. അതല്ലെങ്കിൽ അതൊരു രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും തൊടാൻ ആരും തയ്യാറാകുമായിരുന്നില്ല. അവിടെയാണ് നമ്മൾ അവിടെ അധർമ്മം പുലർന്നുവെങ്കിൽ അത് പറയുക തന്നെ വേണം. അതെന്തിൻ്റെ മറവിലാണ് എങ്കിലും അത് കണ്ടെത്തട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ വാർത്തയുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒരു ഇടപെടൽ കൃത്യമായി ഉണ്ടാകുന്നു. സർക്കാർ സംവിധാനങ്ങൾക്ക് ഇനിയും ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നില്ലേ? തീർച്ചയായും അഭിലാഷ്, ഈ കാര്യത്തിൽ പ്രധാനമായും ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി നിർദ്ദേശിച്ച പ്രകാരമുള്ള അതേ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നതാണ്. കാരണം ജയന്ത് ഉൾപ്പെടെ അത് സ്വാഗതം ചെയ്തിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. കാരണം അവരെന്താണോ ആവശ്യപ്പെട്ടത് അതേ രീതിയിലുള്ള ഒരു അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചത്. അതായത് DGPയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ സംഘം വേണമെന്നായിരുന്നു പ്രധാനമായും ഇവർ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ കേസിൽ ഏക സാക്ഷിയാണ് ഈ ശുചീകരണ തൊഴിലാളി. അദ്ദേഹത്തിന് എന്തെങ്കിലും ജീവൻ അപകടം സംഭവിച്ചാൽ പിന്നീട് ഈ കേസിന്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താത്ത രീതിയിൽ ഇതെല്ലാം മാഞ്ഞു പോകും. എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് തന്നെ നമ്മളും അല്പസമയത്തിനകം ബ്രേക്ക് ചെയ്യും. അതായത് ഈ മൃതദേഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആ സ്ഥലം, അവിടെയും നമ്മൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും അത് വളരെ വൈകാതെ തന്നെ ഇന്ന് തന്നെ നമ്മൾ അത് പ്രക്ഷേപണം ചെയ്യും. ഇത്തരത്തിൽ ഈ പ്രദേശത്ത് മുക്കും മൂലയിലും പോയി ഓരോ വീടുകളിലും പോയി അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി കൃത്യമായ സത്യസന്ധമായ വാർത്തയാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. അത് മറ്റൊരു മാധ്യമവും, പ്രത്യേകിച്ച് കന്നഡ, ഈ കർണാടകത്തിലെ ഈ സ്ഥലത്ത് കന്നഡ മാധ്യമങ്ങൾ പോലും വാർത്ത റിപ്പോർട്ട് ചെയ്യാനോ ആ ധൈര്യം ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിലും നമുക്ക് ഭീഷണി ഉണ്ടായിരുന്നു. അപകടകരവിധമാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ക്യാമറ പുറത്തെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഓരോ ദിവസവും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഏറ്റവും ഒടുവിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയ ആ മകനെ ഇവിടുന്ന് അവർ കുടുംബത്തിനും പലായനം ചെയ്യേണ്ടി വന്ന ഒരു ദുരവസ്ഥ, അതെല്ലാം കൃത്യമായി നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതിലൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇത് വളരെ സന്തോഷകരം. കാരണം ഒരുപാട് ആളുകളുടെ കണ്ണീര് ഇവിടെ ഭൂമിയിൽ വീണിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിപ്പോഴും ആ അമ്മമാർ തേങ്ങലോടെ പറയുന്നത് തങ്ങളുടെ മക്കളെവിടെ എന്നാണ്. അത്തരം കേസുകൾ പോലും, അതായത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അനന്യ ഭട്ടിന്റെ കേസ് തന്നെയാണ്. MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ അമ്മ കഴിഞ്ഞ ദിവസമാണ് ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയത്. മകളെ ജീവനോടെ ലഭിക്കുന്നില്ലെങ്കിൽ ഒരു അസ്ഥിയെങ്കിലും എടുത്തു തരൂ, അന്ത്യകർമ്മം ചെയ്യാനെന്നൊരു അമ്മ വിലപിക്കുന്ന ഒരു സാഹചര്യം. ആ അമ്മ ഒരു CBI ഓഫീസർ ഉദ്യോഗസ്ഥയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ക്രൂരമായ മർദ്ദനത്തിനിടയായി വന്നു. അത്തരം പരാതികളൊന്നും സ്വീകരിക്കാൻ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 23 വർഷത്തിന് ശേഷം അതിനൊക്കെ ഒരു നീതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് ശബ്ദിക്കാനോ അവരുടെ ശബ്ദം പുറത്തെത്തിക്കാനോ ആരുമില്ലാത്തൊരു സാഹചര്യം. അങ്ങനെ നിരന്തരം നമ്മൾ ഒറ്റയ്ക്ക് പോരാടി ഇവർക്കൊപ്പം ആ വാർത്ത കൃത്യമായി എത്തേണ്ടവരെ കൈകളിലേക്ക് എത്തി. അത്തരത്തിൽ ഒരു ഇമ്പാക്ട് ഈ സംഭവങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെ. കേരളത്തോട് അതിർത്തി പങ്കിടുന്ന വളരെ അയൽ സംസ്ഥാനം അടുത്താണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലം. മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് ഈ സ്ഥലം. തീർത്ഥാടനത്തിന് മൂകാംബിക ഉൾപ്പെടെ പോകുന്നവർ എത്തിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ധർമ്മസ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്താണ് വലിയ കൊലപാതകം നടന്നിട്ടുള്ളത്. അത് ധർമ്മസ്ഥലമായി വലിയ അധർമ്മം നടന്നിരിക്കുന്നു എന്ന് നിരന്തരം ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. എന്തായാലും ആ കാര്യങ്ങൾക്ക് പ്രത്യേക അന്വേഷണ സംഘം നാളത്തോടു കൂടി തന്നെ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, ഇതാ ഈ കർണാടകത്തിൽ ദക്ഷിണ കന്നഡയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ധർമ്മസ്ഥലയിൽ ആണ് ഈ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഈ വാർത്താ പരമ്പര നൽകി തുടങ്ങുമ്പോൾ നമുക്ക് അറിയാമല്ലോ, 1976 മുതൽ ആരംഭിക്കുന്ന ദുരൂഹത. അതിനും മുമ്പ് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ നമുക്ക് വാർത്തയായി നൽകാൻ പ്രേക്ഷകരിലേക്ക് നൽകുന്നത് ആ കാലഘട്ടം മുതൽ ഉള്ളതാണ്. ഏതാണ്ട് 5 പതിറ്റാണ്ടായി നീതി ലഭിക്കാത്ത എത്രയോ കുടുംബങ്ങൾ ഉണ്ട്. അവർക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയുടെ കിരണമാണിപ്പോൾ ഈ അന്വേഷണ ഏജൻസിയെ നിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിന് നിമിത്തമാകാൻ നമുക്ക് കൂടി സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ മറ്റു മാധ്യമങ്ങളടക്കം മാറി നിന്നപ്പോൾ ഈ വാർത്തയിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ എല്ലാ ഭീഷണികളെയും മറികടന്നുകൊണ്ട് നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപക്ഷെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും എന്ന് തന്നെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഈ അന്വേഷണ സംഘത്തിനെങ്കിലും ഈ ദുരൂഹതയുടെ മറ നീക്കി
സത്യത്തെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ സജിത്ത്? അഭിലാഷ്, നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം തന്നെ ഇതിലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് തീർച്ചയായും KV ബൈജു എന്ന റിപ്പോർട്ടർക്കാണ്. കാരണം ഒരു സത്യം തേടിയുള്ള ഒരു മാധ്യമപ്രവർത്തകനപ്പുറം ഈ സത്യം പുറം ലോകം അറിയണം എന്ന ആർജവം കാട്ടിയുള്ള ഒരു നീക്കം, അവിടെ ഒരു എല്ലാ അർത്ഥത്തിലുള്ള മാധ്യമധർമ്മമാണ് KV ബൈജു ഏറ്റെടുത്തത്. നമ്മൾ ആ വാർത്തയ്ക്ക് പിന്നാലെ കുറേ നാളുകളായി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മറ്റു മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത സത്യവിരുദ്ധമാണ്, ഇത്തരം ആരോപണത്തിൽ പോലും കഴമ്പില്ല എന്ന നിലപാട് പരസ്യവും അല്ലാതെയുമായി നിലപാടെടുത്തപ്പോഴാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ ഇത്രയും വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോകുന്നത്. KV ബൈജു എന്ന റിപ്പോർട്ടർ ദിവസങ്ങളായി കേരള അതിർത്തിയിലുള്ള ഈ മേഖലയിലേക്ക് നിരന്തരമായ യാത്രകൾ ചെയ്തു. നമുക്കറിയാം, കേരളത്തിലല്ല ഈ സ്ഥലം, കർണാടകയിലാണ്. അവിടെ എത്തിപ്പെട്ട് അവിടുന്ന് വാർത്തകൾ ചെയ്യുന്നതിന് നിരവധി പരിമിതികളുണ്ട്, നിരവധി ഭീഷണികളെ KV ബൈജുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഘട്ടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ബൈജു ഇതാ ഈ നിമിഷവും ഇന്ന് രാവിലെ മുതൽ തന്നെ ആ മേഖലയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്ന ആളുകളെ ഓരോരുത്തരെയും നേരിക്കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അത് പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കാൻ നടത്തിയ ആ മാധ്യമ ദൗത്യത്തിൻ്റെ ഒരു വിജയം കൂടിയായി നമുക്ക് ആദ്യഘട്ട വിജയമായി തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. അതുതന്നെയാണ് നമുക്ക് ഏറ്റവും അധികം പരാമർശിക്കാനുള്ളത്. ഒരിക്കൽ കൂടി KV ബൈജു എന്ന റിപ്പോർട്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. ബൈജുവിന് തീർച്ചയായും അഭിനന്ദിക്കാം എന്ന കാര്യത്തിൽ തർക്കമില്ല. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വേണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇതിൻ്റെ ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. ഈ നിരവധി മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ ഒരു നീക്കമുണ്ടായാൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന ആവശ്യമുണ്ടായിരുന്നു. അതാണിപ്പോൾ പരിഹരിക്കപ്പെടുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകാം. കാരണം ഒരു ശുചീകരണ തൊഴിലാളി ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു 164 കോടതിയിൽ രേഖാമൂലമുള്ള അദ്ദേഹത്തിൻ്റെ പരാതി നേരിട്ടെത്തി. ആ പരാതി അതൊരു മൊഴിയായി കോടതി രേഖപ്പെടുത്തിയതിനു ശേഷവും ഈ കേസ് അട്ടിമറിക്കാൻ വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഈ പരാതികൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു മാധ്യമത്തിൻ്റെ ഫോളോ അപ്പ് നമ്മൾ നടത്തുമ്പോൾ മറുവശത്ത് നടത്തിയ നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തുന്നു. കർണാടക സർക്കാർ ഒടുവിൽ ഇതിനോട് ആദ്യഘട്ടത്തിൽ മുഖം തിരിഞ്ഞു നിന്നെങ്കിൽ ഇപ്പോൾ നേരെ വഴിയിൽ വന്ന് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. സ്വാഭാവികമായും ഇതിൽ ഓരോ ഘട്ടങ്ങളിലുണ്ടായ തിരോധാനം, ഇതിന് പിന്നിൽ നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷണത്തിൻ്റെ വെളിച്ചത്തേക്ക് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും SIT എന്ന വലിയൊരു ലക്ഷ്യം ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കപ്പെടുന്നു. ഈ SITയുടെ ഇനിയുള്ള നീക്കങ്ങളാണ് നിർണായകം. DGP ആണ് ഇതിൻ്റെ മുഖ്യ ചുമതലയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം. കാരണം ഒരു 20 വർഷത്തെ കാലയളവിലെ അന്വേഷണം മിസ്സിംഗ് ആണ് അന്വേഷിക്കപ്പെടേണ്ടത്. സ്വാഭാവികമായ സ്ഥലത്ത് പരിശോധന നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മിസ്സിംഗ് ആയവരുടെ കണക്കെടുത്തുകൊണ്ട് നിലവിൽ തന്നെ ആ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് അതിൻ്റെ കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. പരാതി ഉന്നയിച്ചവരെ നേരിട്ട് കേൾക്കേണ്ടതുണ്ട്. ഇങ്ങനെ അതിസമഗ്രമായ ഒരു അന്വേഷണ വഴികളിലൂടെയാണ് ഇനി ഈ അന്വേഷണ സംഘം കടന്നു പോവേണ്ടത്. തീർച്ചയായും അത് നമുക്ക് സത്യം കാണുമെന്ന് പ്രതീക്ഷിക്കാം. കുഴിച്ചു മൂടപ്പെട്ട ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ ഒരു മാധ്യമ ദൗത്യം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ എന്തായാലും സർക്കാരും കണ്ണു തുറന്നിരിക്കുന്നു. മലയാള മാധ്യമങ്ങളടക്കം മടിച്ചു നിന്നപ്പോൾ അവിടെ ചില കന്നഡ മാധ്യമങ്ങൾക്കപ്പുറം മറ്റാരും ഈ വിഷയം ഏറ്റെടുക്കാൻ പോലും തയ്യാറായില്ല. അവിടെയാണ് ഒരു മലയാളത്തിലെ മാധ്യമ സ്ഥാപനം ചെന്ന് ഇത്തരം ഒരു വലിയ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത് എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഈ സത്യം പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഭിലാഷ്, തീർച്ചയായും.